എല്ലാവരും സർവ്വമായി സിനിമ കണ്ടിട്ടില്ലേ? ആ സിനിമയിൽ നമ്മുടെ ജനാർദ്ദനും നിവിൻ പോളിയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ സീനുണ്ട്. ആ സീനിൽ ജനാർദ്ദൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതിപ്പം സ്റ്റാറ്റസ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. എനിക്ക് ആ ഡയലോഗ് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഡയലോഗ് ഇങ്ങനെ: നമുക്ക് എന്താ വേണ്ടേ, നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരാൾ എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, എന്നെ ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്, അത്രയും പോരെ? കറക്റ്റ് അല്ലേ? ഞാൻ ഈ ഒരു ടോപ്പിക് ഇന്ന് സെലക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയോ? എനിക്ക് വന്നിരിക്കുന്ന കുറച്ച് കമൻസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവർക്ക് ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടല്ലോ, പോയി പറയാൻ വേണ്ടിയിട്ട് ഒരു ബെസ്റ്റ് ഫ്രണ്ടോ അല്ലെങ്കിൽ വേറൊരു ആളോ ഇല്ല എന്നുള്ളത്. സീരിയസ്ലി അങ്ങനെ ഒരു ആളില്ല എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് എന്തെങ്കിലും ഒരു സങ്കടം വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് വേറൊരാളോട് പോയി പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു റിലീഫാണെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ ഒക്കെ അടുത്ത് പോയി പറയാൻ പറ്റുമെന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ലോകത്തിലുണ്ടല്ലോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാ? നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമ്മൾ തന്നെയല്ലേ? നമ്മുടെ 24 hours നമ്മുടെ കൂടെയുള്ള ഭർത്താവ്, ഭാര്യ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ, ബ്രദർ, ആരെന്നെ ആയിക്കോട്ടെ, അവർക്കൊന്നും നമ്മൾ 100% മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും അവരോട് പോയി ഷെയർ ചെയ്താൽ പോലും അവർക്ക് നമ്മളെ 100% മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരാൾ നമ്മൾ തന്നെയാണ്. അപ്പം എന്തുകൊണ്ട് നമ്മളെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിക്കൂടാ? ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്യാനല്ലോ ഞാൻ പറയുന്നത്. അങ്ങനെ ആരും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെ ഡയറി എഴുതുന്ന ശീലം ഉണ്ടെന്ന് എനിക്കറിയില്ല. അതായത് നമ്മുടെ ലൈഫിൽ വരുന്ന സങ്കടം ആയിക്കോട്ടെ, സന്തോഷം ആയിക്കോട്ടെ, അതൊക്കെ എഴുതി വെക്കുന്നത് ആർക്കൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ പണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ തുറന്നു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ്. രാവിലെ എഴുന്നേറ്റു, ബാത്റൂമിൽ പോയി, പല്ലേച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പഠിച്ചു, ഇതൊക്കെയാണ് ഞാനൊക്കെ എഴുതി വെച്ചിരുന്നത് കേട്ടോ. ഇപ്പം ഞാൻ എഴുതാറുണ്ട് ജേണൽ, പക്ഷെ അത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണലാണ്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതുപോലെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ടോ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളൊരു ബുക്ക് മേടിക്കുക, ഒരു പേനയെ വാങ്ങിക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം വരുമ്പോൾ ഉണ്ടല്ലോ, സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും മനസ്സ് തുറന്ന് നിങ്ങൾ ആ ബുക്കിൽ എഴുതി വെക്കുക. ഈ ബുക്കിൽ എഴുതുമ്പോൾ ഉള്ള വേറൊരു ഗുണം എന്താണെന്നറിയോ? ഇപ്പം നമുക്കൊരു സങ്കടം വന്നാൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരോട് പോയി ഷെയർ ചെയ്യും. അവിടെ ഷെയർ ചെയ്യുമ്പം മേ ബി ഞാൻ എല്ലാ കാര്യങ്ങളും അവിടെ പറയണം എന്നില്ല. കാരണം പല റീസൺസാണ്. ഞാനിപ്പോൾ അവളോട് പോയി പറയാൻ പോകുന്നത് എൻ്റെ വിഷമങ്ങൾ, അത് മേ ബി എൻ്റെ കൂടെയുള്ള ഒരാൾ എനിക്ക് തന്നിരിക്കുന്ന എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് അവിടെ പറയില്ല. കാരണം നമ്മളെ പറ്റിയിട്ടോ നമ്മുടെ പ്രിയപ്പെട്ടവരെ പറ്റിയിട്ടോ വേറൊരാൾ തെറ്റായിട്ട് ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും നമുക്ക് അത്ര ഇഷ്ടമുള്ള പരിപാടിയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അവിടെ നമ്മളൊന്ന് ഒളിച്ചിട്ടായിരിക്കും പറയണ്ടാവുക. പക്ഷേ ഈ ബുക്കിൽ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ആ ബുക്ക് നമ്മൾ മാത്രമേ വായിക്കുന്നുള്ളൂ. ആ ബുക്ക് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണില്ല. അപ്പം അതുകൊണ്ട് നമ്മളവിടെ കംപ്ലീറ്റ് എല്ലാ സാധനങ്ങളും നമ്മൾ അവിടെ കൊണ്ടുപോയി എഴുതും. അത് എഴുതി കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര റിലീഫായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ ആരുമില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ബുക്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. ഭയങ്കര റിലീഫായിരിക്കും. ഇനി നിങ്ങൾക്ക് ഇതുപോലെ പേനയും ബുക്കൊക്കെ എടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മടിയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അതിലും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മുടെ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് ചെയ്യാമല്ലോ. നിങ്ങൾക്കിപ്പോൾ ഒരു മൊമെൻറ്റിൽ ഭയങ്കര സങ്കടം വന്നു, അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം വന്നു, അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരാളില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എനിക്ക് എൻ്റെ ഫോണിലുണ്ടല്ലോ എൻ്റെ തന്നെ ഒരു കോൺടാക്റ്റ് ഞാൻ സേവ് ആക്കി വെച്ചിട്ടുണ്ട്. അതിതുപോലെ സങ്കടമൊന്നും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. എവിടെന്നെങ്കിലും വല്ല കണ്ടൻറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ആ ഒരു ചാറ്റിലോട്ടേക്കാണ് ഞാൻ ഷെയർ ചെയ്യുക. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട സംഗതികളൊക്കെ ഞാൻ ആ ചാറ്റിലോട്ടേക്കാണ് ഷെയർ ചെയ്തിടുക. ഞാൻ എനിക്ക് തന്നെ അയക്കുന്ന എൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് അതെല്ലാം. അതുപോലെ തന്നെ നമുക്കും ചെയ്യാം. ഇത് ഏതൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമുക്കിപ്പോൾ ഒരു സങ്കടം വന്നു, പറയാൻ വേണ്ടിയിട്ട് ആരും നമുക്കില്ല എന്ന് വിചാരിക്കുക. ഉടനെ ആ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുക, ഒരു വോയിസ് അങ്ങ് ഇടുക. വോയിസിൻ്റെ ബട്ടൺ ഓൺ ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള സംഗതികളൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് പറയാം. ഈ പറയണ പോലെ നമ്മൾ പറയുന്നത് നമ്മോട് തന്നെയാണ്. ആൻഡ് അവരൊരിക്കലും നമ്മളെ തന്നെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണില്ല. സിമ്പിൾ. ഇതൊക്കെ എഫക്റ്റീവ് ആണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ഈ ഒരു സംഭവം ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ റിമൈൻഡറായിട്ട് ഞാൻ എപ്പോഴും എന്നെ തന്നെയാണ് വെച്ചിട്ടുള്ളത്.
പിന്നെ സന്തോഷം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു അച്ചീവ്മെൻ്റ് ഒക്കെ വരുമ്പോഴും ഉണ്ടല്ലോ, നമ്മളെ തന്നെ അങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്യുക. ഞാൻ വേറെ എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് തന്നെ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക. ഇന്നത്തെ കുക്കിംഗ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ സ്വയമേ തന്നെ വാവ് അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്, ഒരു ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ഇട്ടിട്ട് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മളെ കാണുന്ന അടിപൊളിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവോ ഭാര്യയോ ഫ്രണ്ടോ ആരും നമ്മൾ ഓക്കെ നീ അടിപൊളിയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളെ തന്നെ നോക്കുമ്പോൾ ഓക്കെ നീ നല്ല ചുന്ദരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കോംപ്ലിമെൻറ്റ് ചെയ്യുക. വേറൊരാളുടെ ഒരു വേർഡിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ സംഭവമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് കാണണം, നമ്മൾ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, നമുക്ക് തന്നെ നമ്മൾ ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് നമ്മോട് തന്നെ ഒരു ഇഷ്ടം വേണം. ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല കേട്ടോ. ആ ഇഷ്ടം വേണമെന്നുണ്ടെങ്കിലുണ്ടല്ലോ നിങ്ങൾ ഏറ്റവും ഫസ്റ്റ് നിർത്തേണ്ട ഒരു സ്വഭാവമാണ് കമ്പാരിസൺ എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരുപാട് ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ. ഈവൻ നമ്മളുടെ ഒരു ഫ്രണ്ടിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടീനെ വെച്ചിട്ട് നമ്മളെ കമ്പയർ ചെയ്യുക. അതായത് മേ ബി ചിലപ്പോൾ നമ്മുടെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുള്ളൊരു ഫ്രണ്ട് ആയിരിക്കാം, അപ്പോൾ നമ്മുടെ സെയിം ഏജ് ആയിരിക്കും. നോക്കുമ്പോൾ മേ ബി അവൾ നമ്മളെക്കാട്ടിലും കൂടുതൽ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. അവൾ വലിയ വീട് വെച്ചിട്ടുണ്ടാവും, കാറ് വാങ്ങിച്ചിട്ടുണ്ടാവും, ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ടിട്ടൊക്കെ അവർ നടക്കുന്നു. അങ്ങനെയൊക്കെ ആയിരിക്കാം. മേ ബി നമ്മൾ ചിലപ്പോൾ അത്രയും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അപ്പം നമ്മളവിടെ ഒരു കമ്പാരിസൺ വെക്കും. ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചേ, ഒരു കോഴ്സാണ് പഠിച്ചേ, സെയിം പ്രായമാണ്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു തോട്ട് വരും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങൾ അവളും ചെയ്യുന്നുണ്ടായിരിക്കില്ല. അതായത് ഓരോരുത്തരും ഡിഫറെൻ്റാണ്, ഓരോരുത്തർക്കും ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ഡിഫറെൻ്റാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കുള്ള സംഭവം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടോ, അത് മാത്രം ചിന്തിച്ചാൽ മതി. കമ്പാരിസൺ നിങ്ങൾ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അന്നാണ് നിങ്ങൾക്ക് സമാധാനമായിട്ട് നിങ്ങളെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മടിയുണ്ടോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. പക്ഷേ സീരിയസ്ലി സോളോ ഡേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. ഞാൻ ഒരു തവണ അതെൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ എവിടെയോ പോയിട്ട് ഞാനൊരു കഫേയിൽ ഒരു മണിക്കൂർ ഞാൻ സ്റ്റക്കായിട്ടുണ്ടായിരുന്നു. അന്നായിരുന്നു എൻ്റെ ആദ്യത്തെയും ഇതുവരെയുള്ള അവസാനത്തെയും സോളോ ഡേറ്റ്. തൊണ്ടയിൽ ഇച്ചിരി കിച്ചിക്കിച്ചുണ്ട്, അതാണ് കേട്ടോ സൗണ്ടിന് ഇടയ്ക്കിടയ്ക്ക് ഒരു വേരിയേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു മണിക്കൂറുണ്ടല്ലോ ഞാൻ ആ കഫേയിൽ അവരുടെ വൈഫൈയും അടിച്ച് മാറ്റി നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് കണ്ട് ഒരു ക്യാപ്പച്ചീനോയും കുറച്ച് മോമോസും കൂടെ കഴിച്ചിട്ട് 1 മണിക്കൂർ ഞാൻ സ്പെൻഡ് ചെയ്തു. സീരിയസ്ലി ഇറ്റ്സ് എ ഹെവൻ. കാരണം നമ്മൾ ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ എന്താ പറയുക, പുറത്ത് കൂടെ പോകാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഇല്ല, അല്ലെങ്കിൽ ഭർത്താവ് തിരക്കാണ്, ഭാര്യ തിരക്കാണ്, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ആ ഒരു മടിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ പുറത്തൊന്ന് പോയി നോക്ക്. നമ്മൾ വൺസ് ആ ഒറ്റയ്ക്കുള്ള എൻജോയ്മെൻറ്റ് നമ്മൾ ആസ്വദിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുക എന്നൊക്കെ ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ കാണാറുണ്ട്. അതൊരു പരിധി വരെ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾക്കിപ്പോൾ ഒരു ഫ്രണ്ടിനോട് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അത് വേറെയാണ്. പക്ഷേ ചില ആൾക്കാർക്ക് അതില്ല. അപ്പം നമ്മളത് ഇല്ലാത്തൊരു സംഭവത്തിനെ പറ്റിയിട്ട് നമ്മളിങ്ങനെ എനിക്ക് പറയാൻ ആരുമില്ല, എനിക്ക് കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട് പുറത്തു പോകാൻ ആരുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും ബെസ്റ്റ് അല്ലേ നമ്മളുണ്ട്, നമ്മളെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുക, നമ്മുടെ വിഷമങ്ങൾ നമ്മളോട് തന്നെ പറയുക. പുറത്തു പോകാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് പോവുക, അടിച്ചു പൊളിക്കുക, അതും ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ ഇല്ലാത്തതിനെ പറ്റിയിട്ട് എനിക്കതില്ല ഇല്ല ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടിലും എത്രയോ രസമായിരിക്കും നമ്മളെ തന്നെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയിട്ട് നമ്മൾ തന്നെ ഒരു എന്താ പറയുക കമ്പാനിയനും ഒരു സപ്പോർട്ട് സിസ്റ്റവും ഒക്കെ ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് അല്ലേ? അപ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു കാര്യം മറന്നുപോയി, ഇന്ന് February 14th ആണല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.